ഇസ്രായേൽ ഗാസ യുദ്ധം വീണ്ടും ശക്തിയാർജിച്ചിരിക്കുകയാണ്. എല്ലാവരുടെയും മനസ്സിൽ ഇസ്രായേൽ ഏതാണ്ട് വിജയത്തോടടുക്കുന്നു, അഥവാ ട്രംപ് നെതന്യാഹു ഫോർമുല ഏതാണ്ട് വിജയിച്ചു വരുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ കിട്ടുന്നത്. ഇത് പറയാൻ കാരണം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലൊരു മാറ്റം ഗസയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഹമാസിനെതിരെ ഗസയിൽ തന്നെ വലിയ സന്നാഹങ്ങൾ ഒരുങ്ങുന്നു, ജനങ്ങളുടെ ഇടയിൽ തന്നെ എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഹമാസിനെതിരെ ശക്തമായി ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഇവിടം വിട്ട് പുറത്തേക്ക് പോകൂ, ഞങ്ങൾക്ക് ഭക്ഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗാസയുടെ വടക്കൻ ഭാഗത്തും കിഴക്കൻ ഭാഗത്തും മധ്യഭാഗത്തും ഒക്കെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയരുന്നതായും അവരെ അടിച്ചമർത്താൻ ഹമാസ് ശ്രമിക്കുന്നതുമായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒന്നോർത്തു നോക്കൂ, ഏതാണ്ട് 2023 ഒക്ടോബറിൽ ഹമാസ് നടത്തിയ അതിശക്തമായ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ നടത്തിയ തിരിച്ചടിയെക്കുറിച്ച് ഹമാസിന്റെ തന്നെ ഖത്തറിന്റെ വിദേശകാര്യ വിഭാഗത്തിന്റെ ഒരു മേധാവി അദ്ദേഹം പറഞ്ഞത്, ഖത്തറിലുള്ള വിദേശകാര്യ വിഭാഗം ഹമാസിന്റെ മേധാവി പറഞ്ഞത്, ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അത് സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ ഒരു സമ്മർദ്ദ ഗ്രൂപ്പായി കൊണ്ടുപോയി തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയും എന്ന് ഹമാസ് വിചാരിച്ചിരുന്നു എങ്കിൽ കുറച്ചുപേരെയൊക്കെ ബന്ദികളാക്കി തങ്ങളുടെ ആവശ്യം നേടിയെടുക്കുവാനും ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കുവാനും കഴിയും എന്ന് അവർ വിചാരിച്ചിരുന്നുവെങ്കിൽ അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അഥവാ ആ പ്രതീക്ഷയ്ക്ക് ശക്തമായ തിരിച്ചടി കൊടുത്തുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ ട്രംപുമൊക്കെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്കേവർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. എല്ലാവരും ആശ്വസിച്ചു ഒരു വെടിനിർത്തൽ കരാർ വന്നപ്പോൾ. ഏതാണ്ട് 15 മാസക്കാലത്തോളം നീണ്ടുനിന്ന അതിശക്തമായ രക്തരൂക്ഷിതമായ ആക്രമണത്തിന് ശേഷം ഏതാണ്ട് 45,000-ത്തിലധികം ആളുകൾ ഇന്ന് ഈ മാസം അടുക്കുമ്പോഴേക്കും, മാർച്ച് അവസാനം ആകുമ്പോഴേക്കും ഏതാണ്ട് 50,000-ത്തോളം എത്തുകയാണ്. ഈ ഒന്നാമത്തെ വെടിനിർത്തൽ കരാറിന് ശേഷം അതിരൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേൽ അവിടെ അഴിച്ചുവിട്ടിരിക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഹമാസ് മണ്ടന്മാരാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഹമാസ് പ്രതീക്ഷിച്ചിരുന്നത് ഈ ഒന്നാമത്തെ വെടിനിർത്തൽ കരാറിന് ശേഷം ഒരു സമ്മർദ്ദ ശക്തിയായി നിലനിന്നുകൊണ്ട് തങ്ങൾക്കും വിലപേശാം എന്നൊക്കെയാണ് അവർ കരുതിയിരുന്നത്. ഏതാണ്ട് കുറേയൊക്കെ ബന്ധുക്കളെ അവർ വിട്ടയച്ചു. അതിലേതാണ്ട് 2000-ത്തോളം പലസ്തീൻ തടവുകാരെ അതുപോലെ തന്നെ ഇസ്രായേലും വിട്ടയച്ചിരുന്നു എങ്കിൽ പിന്നീട് നമ്മൾ കണ്ടത് ഏതാണ്ട് 56-ഓളം വരുന്ന ഹമാസ് ബന്ദികളാക്കിയവരെ വിട്ടയക്കണമെന്നുള്ള ഇസ്രായേലിന്റെ ആവശ്യത്തിന് മുന്നിൽ അത് തിരസ്കരിച്ചു കൊണ്ടുവന്ന ഒരു ഹമാസിനെയാണ് നമ്മൾ കാണുന്നത്. അതുതന്നെയാണ് ഇതൊരു അവസരമായി ഒരുപക്ഷെ ഇസ്രായേൽ കണ്ടു എന്നുള്ളതാണ്. ഇസ്രായേലിന് 2 ലക്ഷ്യങ്ങളാണ് പൂർണ്ണമായും ഉള്ളത്. ഒന്ന്, ഗാസയിൽ നിന്ന് ഹമാസിന്റെ അവസാന വ്യക്തിയെ പോലും, അഥവാ ഹമാസിനെ പിന്തുണയ്ക്കുന്ന അവസാന തീവ്രവാദ ശക്തിയെ പോലും ആ മണ്ണിൽ നിന്ന് തുടച്ചു മാറ്റുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ട്രംപ് സൂചിപ്പിച്ചതുപോലെ അതിനെ പിടിച്ചെടുത്ത് അവരുടെ എല്ലാ ശക്തികളും ഇല്ലാതാക്കി അത് ഒരു തീർത്ഥാടന കേന്ദ്രമാക്കുക, ഒരു സുഖവാസ കേന്ദ്രമാക്കുക, ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കുക. ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇസ്രായേൽ അതിന് പല തരത്തിലുള്ള മാർഗങ്ങൾ അവലംബിക്കുന്നു എന്നുള്ളതാണ്. 3 പ്രധാനപ്പെട്ട മാർഗങ്ങൾ അവർ ഇപ്പോൾ അവലംബിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഒന്ന്, ഗാസയുടെ ഭരണ നേതൃത്വത്തിലുണ്ടായിരുന്ന ആളുകളെ കൊന്നൊടുക്കുക. ഇത് ഞാൻ പറയുന്നത് ഈ ഒന്നാമത്തെ വെടിനിർത്തൽ കരാറിന് ശേഷമുള്ള പദ്ധതിയെക്കുറിച്ചാണ് പറയുന്നത്. കാരണം ഒന്നാമത്തെ വെടിനിർത്തൽ കരാറിൽ ഇവർ പരസ്പരം വിട്ടുവീഴ്ചകൾ നൽകുകയും അത് പിന്നീട് 2ാം വെടിനിർത്തൽ കരാർ, 3ാം വെടിനിർത്തൽ കരാർ, അങ്ങനെയുള്ള കരാറുകളിലൂടെ സമാധാനം സ്ഥാപിക്കുക എന്നുള്ളതാണ് ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപും എല്ലാവരും ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ അതിനൊക്കെ ഈ പറഞ്ഞതുപോലെ 1ാം വെടിനിർത്തൽ കരാറിൽ പറഞ്ഞതുപോലെ പൂർണ്ണമായും അതിൻ്റെ എല്ലാ ഉടമ്പടികളും അംഗീകരിക്കുവാൻ ഹമാസിനോ അതുപോലെ തന്നെ ഇസ്രായേലോ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. എന്നാലും കൂടുതലും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് ലംഘിച്ചത് ഹമാസ് ആണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ബന്ദികളെ വിട്ടയക്കുന്ന കാര്യത്തിൽ ഹമാസ് ഒരല്പം പിന്നോക്കം പോയി എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവിടെ വെടിനിർത്തൽ കരാർ അത് നീട്ടിക്കൊണ്ടു പോകുവാനാണ്, അഥവാ പുതിയ വെടിനിർത്തൽ കരാറുകളെ കുറിച്ച് ചർച്ച ചെയ്യുവാനല്ല, മറിച്ച് 1ാം വെടിനിർത്തൽ കരാർ നീട്ടിക്കൊണ്ടു പോകുന്നതിനെ കുറിച്ചാണ് എപ്പോഴും
ഇസ്രയേൽ സംസാരിച്ചിരുന്നത്. എന്നാൽ ഹമാസ് അതിന് തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഒരു കാര്യം ഹമാസ് മനസ്സിലാക്കേണ്ടിയിരുന്നത് തങ്ങളുടെ ശക്തി ചോർന്നു പോകുവാണെന്നുള്ളതും അതുപോലെ തന്നെ അവിടെയുള്ള ജനത അതിരൂക്ഷമായിട്ടുള്ള ഭക്ഷണ ദാരിദ്ര്യവും അതുപോലെ തന്നെ അവിടുത്തെ ഹോസ്പിറ്റലുകളും ഒക്കെ തകർന്ന് അവർക്കൊരു ചികിത്സാ സൗകര്യം പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു അവസരത്തിൽ അത്ര വലിയൊരു വിലപേശലിന് മുതിരരുത് എന്നുള്ള ഒരു അടിസ്ഥാന പാഠം പോലും ഉൾക്കൊള്ളുവാൻ ഹമാസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് അവിടുത്തെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഹമാസ് വലിയ തരത്തിലുള്ള ആഭ്യന്തര വിപ്ലവത്തിലേക്ക്, ആഭ്യന്തരമായ പ്രശ്നങ്ങളിലേക്ക് പോകുവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി തുടർച്ചയായി അവിടെ നിന്ന് വരുന്ന വാർത്തകൾ അവിടെയുള്ള ജനങ്ങൾ ഹമാസിനെതിരെ രക്തരൂക്ഷിതമായിട്ടുള്ള വിപ്ലവത്തിന് പോലും തയ്യാറെടുക്കുന്നതായിട്ടുള്ള വാർത്തകളാണ്. ഇത് ഞാൻ പറയാൻ കാരണം ഇപ്പോൾ അവർ പ്രതിഷേധിച്ചു തുടങ്ങിയിരിക്കുന്നു. സ്വാഭാവികമായും മറ്റുള്ളവരുടെ ശക്തി അവർക്ക് പിന്തുണയൊക്കെ അവർക്ക് ലഭിക്കും. ആഭ്യന്തരമായി അവിടെയുള്ള ജനത പറയുന്നത് ഞങ്ങൾക്കിപ്പം വേണ്ടത് ഭക്ഷണമാണ്, ഞങ്ങൾക്കിപ്പോൾ വേണ്ടത് സുരക്ഷയാണ്, അത് ഹമാസിന് നൽകാൻ കഴിയുന്നില്ലെങ്കിൽ ഇവിടം വിട്ട് പുറത്തേക്ക് പോകൂ എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 പദ്ധതികളുമായിട്ടാണ് ഇസ്രയേൽ ഈ 1-ാം വെടിനിർത്തൽ കരാറിന് ശേഷം ഗാസയിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. ഒന്ന്, അവിടെ ഭരണത്തിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഭരണവുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ആളുകളെ കൊന്നൊടുക്കുക. ഈ കഴിഞ്ഞ 3-4-5 ദിവസങ്ങളുള്ളിൽ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിങ്ങൾ പരിശോധിച്ചാൽ, അഥവാ 1-ാം വെടിനിർത്തൽ കരാറിന് ശേഷമുള്ള ആക്രമണത്തിൽ പരിശോധിച്ചാൽ അവരുടെ പ്രധാനപ്പെട്ട ഗവേണൻസിന്റെ ഭാഗമായിരുന്ന, ഭരണത്തിന്റെ ഭാഗമായിരുന്ന 6ഓളം പേരെയാണ് ഇസ്രായേൽ വധിച്ചത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. രണ്ടാമത്തെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അവസാന ഹമാസിന്റെ സപ്പോർട്ടറെ പോലും അവിടെ നിന്ന് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതിനുള്ള പദ്ധതികളും അവർ തയ്യാറാക്കി ആ പദ്ധതികളുമായി അവർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവരുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് അവിടുത്തെ അവർക്ക് ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്ന മാനുഷിക സഹായങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഏറ്റവും രസകരമായ കാര്യം, ഇതിൽ ഐക്യരാഷ്ട്ര സംഘടന പോലും പിന്നോക്കം പോകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഐക്യരാഷ്ട്ര സംഘടന എടുത്ത തീരുമാനം പരിശോധിച്ചാൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ വോളണ്ടിയേഴ്സായിട്ട് പ്രവർത്തിച്ച അവരുടെ ഓൺ സ്റ്റാഫ്, അവരുടെ സ്വന്തം സ്റ്റാഫിനെ ഏതാണ്ട് 260ഓളം പേരെ ഐക്യരാഷ്ട്ര സംഘടന പിൻവലിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇതൊക്കെ അവർ പറയുന്നത് ഇസ്രായേലിന്റെ ആക്രമണം കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് പോകുന്നു എന്നുള്ളതൊക്കെ ആണെങ്കിലും ഒരർത്ഥത്തിൽ അവർ ട്രംപിനെ ഭയന്ന് തിരിച്ചു പോകുന്നതായിട്ടുള്ള വാർത്തകളാണ് കിട്ടുന്നത്. കാരണം അവിടെ നിന്ന് ഇനിയും ഈ ഗസയെ അഥവാ ഹമാസിനെ സപ്പോർട്ട് ചെയ്യാതെ പിന്നോക്കം പോകണമെന്നുള്ള ഉറപ്പായിട്ടുള്ള ഒരു പ്ലാൻ അവർക്ക് ട്രംപിൽ നിന്ന് ലഭിക്കുന്നു. അല്ലെങ്കിൽ ഇനി വരും കാലഘട്ടത്തിൽ അമേരിക്കയുടെ യാതൊരു വിധമായ പിന്തുണയും ഇക്കാര്യത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഉണ്ടാകില്ല എന്നുള്ള ഒരു തോന്നലിന്റെ അടിസ്ഥാനത്തിൽ അവർ അവരുടെ ആളുകളെ പിൻവലിക്കുന്നതായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഒന്നാമത് അവരുടെ പദ്ധതി ഗവേണൻസിനെ ഇല്ലാതാക്കുക, ഭരണപരമായിട്ടുള്ള കാര്യങ്ങളെ നശിപ്പിക്കുക എന്നുള്ളതാണെങ്കിൽ, രണ്ടാമത്തെ അവരുടെ പദ്ധതി എന്ന് പറയുന്നത് അവർക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്ന മാനുഷിക സഹായങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ അവരുടെ പദ്ധതി ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ അവസാന ഹമാസി സപ്പോർട്ടറെയും അവിടെ നിന്ന് ഉന്മൂലനം ചെയ്തുകൊണ്ട് അവിടെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കുക എന്നുള്ള ട്രംപിന്റെ ഔദ്യോഗിക പ്ലാൻ തന്നെയാണ്. ഈ 3 പദ്ധതികളുമായി അതിശക്തമായിട്ടുള്ള മുന്നേറ്റമാണ് ഇപ്പോൾ നടത്തുന്നത്. ഇതിലും രസകരമായ ഒരു കാര്യം, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഹമാസ് മണ്ടന്മാരാണ് എന്ന് പറയാനുള്ള കാരണം, ഇത് നോമ്പ് കാലഘട്ടമാണ്. ഇതിനു മുമ്പ് തന്നെ 1-ാം വെടിനിർത്തൽ കരാറിന് മുമ്പ് തന്നെ ഏതാണ്ട് അവിടെ നിന്ന് സൈന്യത്തെ പിൻവലിച്ചു തുടങ്ങിയ ഒരു സാഹചര്യത്തിൽ ഇസ്രയേൽ ഹമാസിന്റെ എല്ലാ ഭാഗങ്ങളിലും പ്രധാനപ്പെട്ട ഒളിക്യാമറകൾ സ്ഥാപിച്ചിരുന്നതായിട്ടുള്ള വാർത്തകൾ മുൻപ് തന്നെ വന്നിട്ടുണ്ട്. അവിടെ അതിനുശേഷം ഈ 1-ാം വെടിനിർത്തൽ കരാറിന് ശേഷം ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ചു പേരെങ്കിലും, ഹമാസിനെ അനുകൂലിക്കുന്ന കുറച്ച് ഹമാസ് തീവ്രവാദികൾ തന്നെ അവിടെ റീഗ്രൂപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ വീണ്ടും സംഘടിക്കുവാൻ ശ്രമിച്ചിരുന്നതായിട്ടുള്ള വാർത്തകളുണ്ട്. അപ്പോൾ ഈ വെടിനിർത്തൽ കരാറിനിടയ്ക്ക് ഒരു ഞുണുക്ക് പണി എന്നതുപോലെ അവർ റീഗ്രൂപ്പ് ചെയ്യാൻ, സംഘടിക്കാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ ഈ നോമ്പ് കാലത്ത് പലപ്പോഴും അവർ ഒരുമിച്ച് ചേരാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കിയിട്ടുള്ള നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കൂ, വളരെ പ്രൊഫഷണലായ ഒരു സൈന്യത്തോടാണ് അവർ ഏറ്റുമുട്ടുന്നത്. ഈ നോമ്പ് കാലഘട്ടത്ത് പല സ്ഥലങ്ങളിലും അവർ ഒന്നിച്ചു കൂടാൻ ശ്രമിച്ചത് തന്നെ ഒരു വലിയ ടാർഗറ്റായി എടുക്കുകയും അത്തരം ടാർഗറ്റുകളിൽ പ്രത്യേക സമയങ്ങളിൽ ശക്തമായ ആക്രമണം നടത്തി ആ ഓരോ ഹമാസ് സപ്പോർട്ടറെയും, ഓരോ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെയും ഹമാസിനെയും ഇല്ലായ്മ ചെയ്യുന്ന ഒരു ശ്രമമാണ് അവിടെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ മരണസംഖ്യ ഇത്രയധികം ഉയർന്നു വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഈ നോമ്പ് കാലഘട്ടം കഴിയുമ്പോഴേക്കും ഏതാണ്ട്
ഹമാസിന്റെ അവസ്ഥ അവിടെ പൂർണ്ണമായും ഓരോ ഹമാസ് സപ്പോർട്ടറെയും ഹമാസ് തീവ്രവാദിയെയും ഇല്ലാതാക്കുവാൻ ഇസ്രയേലിനും അമേരിക്കയ്ക്കും കഴിയും എന്നുള്ളതാണ്. മാത്രമല്ല, ഇതുവരെ അവർ നടത്തിയിട്ടുള്ള അവർക്ക് സ്വാധീനമുള്ള എല്ലാ മേഖലകളിലും ഒബ്സർവ് ചെയ്യുന്നതിന്, അവർ പ്രത്യേകമായി നിരീക്ഷിക്കുന്നതിന് ക്യാമറകൾ സ്ഥാപിക്കുകയും ഇവർ അതിനുശേഷം റീഗ്രൂപ്പ് ചെയ്യുന്ന അഥവാ ഒരുമിച്ച് ചേരാൻ ശ്രമിക്കുന്ന പല ഹോസ്പിറ്റലുകളും ഒളിത്താവളങ്ങളും എല്ലാം അവർ കണ്ടുപിടിക്കുകയും ടണലിനുള്ളിൽ പോയി പോലും അവർ അവിടെ രഹസ്യ ടണലുകളൊക്കെ ഉണ്ടാക്കുന്ന അതിനുള്ളിൽ പോയി പോലും ബോംബിട്ട് അവരെ നശിപ്പിക്കാൻ കഴിയുന്ന അത്യാധുനിക സഹായങ്ങളും സന്നാഹങ്ങളും ഒക്കെ ആയിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ഈ ഒരു മാസ കാലയളവിനിടയിൽ, പ്രത്യേകിച്ച് ഈ മാർച്ച് ആദ്യം ഈ യുദ്ധകരാർ അവസാനിച്ചതിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് ഇസ്രയേൽ നടത്തിയ ശക്തമായ ബോംബിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അവരുടെ ടാർഗറ്റ് വളരെ കൃത്യമായി പോകുന്നു എന്നുള്ളതാണ്. അവർ അതിനുപയോഗിച്ച ചില നടപടിക്രമങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ വിശദീകരിച്ചത്. ഒന്ന്, അവരുടെ ഭരണ സംവിധാനത്തെ ഇല്ലായ്മ ചെയ്യുക. രണ്ട്, അവർക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ സഹായങ്ങളെ ഇല്ലാതാക്കുക, മാനുഷിക സഹായങ്ങളെ ഇല്ലാതാക്കുക. മൂന്ന്, അതിനെ പൂർണ്ണമായും പിടിച്ചെടുത്ത് ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കുക. ഇപ്പോൾ നെതന്യാഹു നൽകിയിരിക്കുന്ന നിർദ്ദേശം അത് വളരെ വ്യക്തമല്ലേ? നിങ്ങൾ ഗാസ വിട്ടു പോകൂ, നിങ്ങൾ മറ്റെവിടെങ്കിലും പോയി താമസിച്ചുള്ളൂ, പ്രശ്നമില്ല, ഇപ്പോൾ നിങ്ങൾ ഗാസ ഒഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ് അവർ നൽകുന്ന നിർദ്ദേശം. ഇത് സൂചിപ്പിക്കുന്നത് ഒരർത്ഥത്തിലും ഒരു ഹമാസിന്റെ ഒരംഗത്തെ പോലും അവിടെ നിലനിർത്തുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ വൈറ്റ് ഹൗസിൽ നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അത് അവിടെ വൈറ്റ് ഹൗസിന്റെ ഔദ്യോഗിക വക്താവ് തന്നെ ചില ഇന്റർവ്യൂകളിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ആക്രമണത്തിൽ, പ്രത്യേകിച്ച് ഈ ഒന്നാം വെടിനിർത്തൽ കരാറിന് ശേഷമുള്ള ഇസ്രയേലിന്റെ ആക്രമണം അവർ ഔദ്യോഗികമായി വൈറ്റ് ഹൗസിനെ അറിയിച്ചിരുന്നു, അഥവാ ട്രംപിനെ അറിയിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ട്രംപിന് പൂർണ്ണ പിന്തുണയുണ്ട്, ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കും. ഇതിൽ അമേരിക്കയുടെ ഇരട്ടത്താപ്പ് പ്രകടമാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. കാരണം ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം എടുത്താൽ ഇനിയൊരു ലോകമഹായുദ്ധം വേണ്ട, രക്തരൂക്ഷിതമായി വിപ്ലവത്തെ അല്ലെങ്കിൽ യുദ്ധത്തെ താൻ അംഗീകരിക്കുന്നില്ല, അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറയുന്ന അതേ ട്രംപ് തന്നെ ഇസ്രയേലിന്റെ കാര്യം വന്നപ്പോൾ ഹമാസിനെ പൂർണ്ണമായും തുടച്ചു മാറ്റുന്നതിന് വേണ്ടി തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഒരു കാര്യം വ്യക്തമാണ്, ട്രംപ് ലക്ഷ്യമാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന്റെ മുൻകാല ആശയങ്ങളല്ല, മറിച്ച് ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങളിൽ നിന്ന് അണുവിട പോലും പിന്നോട്ട് പോകാതെയുള്ള നടപടികളാണ് ട്രംപ് കൈക്കൊള്ളുന്നത്. അതിന് പരിപൂർണമായ പിന്തുണ അദ്ദേഹം ബെഞ്ചമിൻ നെതന്യാഹുവിന് നൽകുകയാണ്. ഈ മുൻപ് പറഞ്ഞ മൂന്ന് പദ്ധതികളിലൂടെയും ഹമാസിനെ പൂർണ്ണമായും അവിടെ ഇല്ലാതാക്കിക്കൊണ്ട് ആ പ്രദേശത്തെ തങ്ങളുടെ നിയന്ത്രണത്തിൽ ആക്കിക്കൊണ്ട് പോകുവാൻ തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കയും ശ്രമിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഇസ്രയേലിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ നിലകൊണ്ട, അദ്ദേഹത്തിന്റെ ഈ തീരുമാനത്തിനെതിരെ നിലകൊണ്ട അവിടുത്തെ രഹസ്യ സൈനിക വിഭാഗത്തിന്റെയും സൈനിക മേധാവികളെയും ഒക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ടാണ് അദ്ദേഹം രണ്ടാമത്തെ ഈ സ്ട്രൈക്ക്, അഥവാ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒന്നാം വെടിനിർത്തൽ കരാറിന് ശേഷമുള്ള ഈ ആക്രമണം മുന്നോട്ട് കൊണ്ടുപോയത് എന്നുള്ള കാര്യം കൂടി ആലോചിക്കണം. പ്രത്യേകിച്ച് ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അവിടെ ചില വിമർശനങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യുക, പരിപൂർണ വിജയമാക്കി ഇതിനെ മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത്. അതിൽ നിന്ന് അണുവിട പോലും അവർ പിന്നോട്ട് പോകുവാനുള്ള സാധ്യതയില്ല. അത് തന്നെയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും വിചാരിച്ചതുപോലെ ഇനി ഇവരുടെ ആക്രമണത്തിൽ, അഥവാ ഇവരുടെ ഒരുമിച്ചുള്ള പദ്ധതിയേക്കാൾ ഇനി ഗാസയിൽ സംഭവിക്കാൻ പോകുന്നത് അവിടെയുള്ള ജനങ്ങൾ തന്നെ ഹമാസിനെ അവിടെ നിന്ന് പുറത്താക്കാൻ പോകുന്ന ഒരു കാഴ്ചയാണ്. ആ മനോഹരമായ കാഴ്ചയ്ക്ക് വേണ്ടിയാണ് നിങ്ങളോടൊപ്പം ഞാനും കാത്തിരിക്കുന്നത്.